oxidation number of chromium in Cr2O3 and sulfur in H2SO4. Cr2O3 chromium രണ്ട് chromium ഉണ്ട് 2x കൊടുക്കണം പ്ലസ് ഓക്സിജൻ 3 ഉണ്ട് 3 into -2 equal to 0. 2x minus 6 equal to 0. 2x equal to 6. X equal to 6/2 equal to 3. Chromium plus 3 state ആണ്. Chromium എത്രയാണ്? Plus 3 state ആണ്. Okay. അടുത്ത സൾഫർ H2SO4. H2SO4 എന്ന് എഴുതാം. ഹൈഡ്രജൻ എത്രയാ? +1 സ്റ്റേറ്റ് ആണ്. ഓക്സിജൻ എത്രയാ? -2 സ്റ്റേറ്റ് ആണ്. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 2 into 1 പ്ലസ് സൾഫറിന്റെ അറിയില്ല x പ്ലസ് 4 into -2 equal to 0. 2 plus x minus 8 equal to 0. X minus 6 equal to 0. X equal to plus 6. കണ്ടോ? ഇവിടെ H2SO4 സൾഫർ പ്ലസ് 6 ആണ്. ഒരു മാർക്ക് കിട്ടി. കണ്ടോ? സിമ്പിൾ അല്ലേ? രണ്ടിനും ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 കൊടുക്കണം. ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. രണ്ടാമത്തെ സെഷനിലേക്ക് കിടക്കാം. ബി പാർട്ട് ബിയിലേക്ക് നോക്കി. ഇൻ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. എന്താ ഡിസ്പ്രൊപ്പോർഷനേഷൻ? ഇൻ എ റിഡോക്സ് റിയാക്ഷൻ one of the atom undergo both oxidation and reduction. ഒരേ ആള് തന്നെ ഓക്സിഡേഷൻ നടത്തും, റിഡക്ഷൻ നടത്തും. ഒരേ ആറ്റം തന്നെ ഓക്സിഡേഷനും റിഡക്ഷൻ നടത്തുന്നതാണ് റിഡോക്സ്. ഏതാണ്? ഡിസ്പ്രൊപ്പോർഷനേഷൻ. അപ്പോൾ ഡിസ്പ്രൊപ്പോർഷനേഷനില് എന്ത് ചെയ്തു? ഒരാൾ വൺ ഓഫ് ദി ആറ്റം അണ്ടർഗോ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. An element in one oxidation state is simultaneously oxidized and reduced. ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ആള് ഓക്സിഡൈസ് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു ഒരേ സമയം. Identify the element undergoing disproportionation in the following reaction. P4 plus 3OH minus plus 3H2O gives PH3 plus H2PO2 minus. എഴുതാം. ഇവിടെ P4 എന്ന് പറഞ്ഞ എലമെന്റ് ആണ്. ഈ P4 എന്തൊക്കെ മാറ്റം സംഭവിച്ചു? PH3 ആയിട്ട് മാറി പ്ലസ് H2PO2 മൈനസ് ആയിട്ട് മാറി. P4 എലമെന്റൽ സ്റ്റേറ്റ് ആണ്. എലമെന്റൽ സ്റ്റേറ്റില് എലമെന്റ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ എലമെന്ററി സ്റ്റേറ്റിൽ ഈ എലമെന്ററി സ്റ്റേറ്റിൽ ഏതൊരാളുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. PH3 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ +1 ആണ്. ഹൈഡ്രജൻ എത്രയാണ്? +1 സ്റ്റേറ്റ് ആണ്. ഫോസ്ഫറസ് X ആണെന്ന് കൂട്ടിക്കോ. X plus 3 into 1 equal to 0. അപ്പോൾ X plus 3 equal to 0. X equal to -3. അതായത് ഫോസ്ഫറസ് -3 സ്റ്റേറ്റിലാണ്. അടുത്ത H2PO2 മൈനസ് നോക്കാം. H2 ഹൈഡ്രജൻ എത്രയാ? 1 ആണ്. അപ്പൊ 2 into 1 പ്ലസ് ഫോസ്ഫറസിന്റെ X ആണ് പ്ലസ് 2 into -2 ഓക്സിജന്റെ -2 equal to -1. 2 plus X minus 4 equal to -1. X minus 2 equal to -1. X equal to -1 plus 2 equal to 1 plus 1 സ്റ്റേറ്റ് ആണ്. ഇവിടെ ഫോസ്ഫറസ് +1 ആണ്. അപ്പൊ നോക്കി P4 എന്ന് പറയുന്ന ഫോസ്ഫറസ് ഒരു -3 ആയിട്ട് മാറി. 0 -3 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ്. അത് റിഡക്ഷൻ ആണ്. എന്താണത്? റിഡക്ഷൻ ആണ്. ഇതേ ഫോസ്ഫറസ് തന്നെ +1 ആയിട്ട് മാറി. +1 എന്ന് പറഞ്ഞാൽ 0യേക്കാൾ വലുതാണ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ്. അതെന്താണ്? ഓക്സിഡേഷൻ ആണ്. കണ്ടോ? അപ്പോ ഒരാൾ ഓക്സിഡൈസ് ചെയ്തു, ഒരാൾ റെഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് ഇറ്റ് ഇസ് എ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ അടുത്ത ടൈപ്പാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ. വേറെ ഒരാൾ തന്നെ ഓക്സിഡൈസ് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. മനസ്സിലായില്ലേ? ഓക്കെ. ഇങ്ങനെ എഴുതി പോണോട്ടോ. ഇങ്ങനെ രണ്ട് കണ്ടുപിടിച്ച് ഇങ്ങനെ എഴുതി വെക്കണം. ഏതാ? P4 0 എന്നുള്ളത് -3 ആയിട്ട് മാറി, റിഡക്ഷൻ. P4 0 എന്നുള്ളത് +1 ആയിട്ട് മാറി, ഓക്സിഡേഷൻ. അപ്പോ ഇറ്റ് അണ്ടർഗോ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. സോ ഇറ്റ് ഈസ് എ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ക്ലിയർ? ദെൻ അടുത്ത ഫ്ലൂറിൻ റിയാക്ട്സ് വിത്ത് ഐസ് ആസ് ഗിവൺ ബിലോ. ക്ലിയർ? വാട്ടറിന്റെ സോളിഡ് സ്റ്റേറ്റ് ആണ് ഐസ് എന്ന് പറയുന്നത്. ഐസും ഫ്ലൂറിൻ ചേർന്ന് HF-ഉം HOF ആയിട്ട് മാറി. Justify that is a redox reaction. നോക്കാം. H2O water plus F2 fluorine gives HF hydrogen fluoride plus HOF ഏതാണ്? ഹൈപ്പോഫ്ലൂറസ് ആസിഡ് എന്ന് പറയും. ഹൈപ്പോഫ്ലൂറസ് ആസിഡ് HOF. നോക്കാട്ടോ. ഇവിടെ H2Oയില് ഹൈഡ്രജൻ എല്ലായിടത്തും +1 മാറ്റുന്നു. ഓക്സിജൻ ഇവിടെ -2 ആണ്. ഫ്ലൂറിൻ 0 ആണ്. HF H+1 തന്നെയാണ്. ഫ്ലൂറിൻ -1 ആണ്. HOF
ഫ്ലൂറിൻ -1 ഹൈഡ്രജൻ +1 ഓക്സിജൻ -2 ആണ്. ഇവിടെ എന്താണ് H2O യിൽ ഓക്സിജൻ -2 ഫ്ലൂറിൻ 0. HF-ല് അല്ല ഓക്സിജനോടെ -1 അല്ല, സോറി കേട്ടോ, ഓക്സിജനോടെ -2 അല്ല, കണ്ടുപിടിക്കണം, ഓക്സിജനെ കണ്ടുപിടിക്കണം. ഹൈഡ്രജന്റെ +1 ആണ്, ഫ്ലൂറിൻ -1 ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ HOF-ൽ ഓക്സിജൻ എന്തായിരിക്കുന്നത്? H-ന്റെ 1 + X -1 = 0. അപ്പൊ 1 - 1 0 ആണ്. X - 1 X - 1 X - 0 = 0. അതായത് X = 0. ഓക്സിജൻ 0 സ്റ്റേറ്റിലാണ്. HOF-ല് ഓക്സിജൻ എന്താണ്? 0 സ്റ്റേറ്റിലാണ്. HOF-ല് ഓക്സിജൻ എന്താണ്? 0 സ്റ്റേറ്റിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ F0 എന്നുള്ളത് -1 രണ്ട് സ്ഥലത്തായിട്ടുണ്ട് കേട്ടോ. F2 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ -1 രണ്ട് സ്ഥലത്തായിട്ടുണ്ട്. ഇത് റിഡക്ഷൻ ആണ്. ഫ്ലൂറിൻ അണ്ടർഗോ റിഡക്ഷൻ. ഇനിയോ ഓക്സിജൻ -2 എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ട് മാറി. -2 0 ആയിട്ട് മാറിയാൽ ഇൻക്രീസ് ആണ്, അത് ഓക്സിഡേഷൻ. അപ്പോ ഹിയർ ഓക്സിജൻ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് ഫ്ലൂറിൻ അണ്ടർഗോ റിഡക്ഷൻ. ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. Therefore it is a redox reaction. മനസ്സിലായത്? ഓക്സിജൻ -2 എന്നുള്ളത് 0 ആയിട്ട് മാറി, ഫ്ലൂറിൻ 0 എന്നുള്ളത് -1 ആയിട്ട് മാറി. ഫ്ലൂറിന്റെ കുറഞ്ഞു റിഡക്ഷൻ, ഓക്സിജന്റെ കൂടി ഓക്സിഡേഷൻ. സോ ഇറ്റ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ. ക്ലിയർ ആയില്ലേ? ഓക്കെ. ദെൻ ഡിഫൈൻ ദി ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. എന്താണ് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ? സിമ്പിൾ. ലോസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ നഷ്ടം. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതാണ് ഓക്സിഡേഷൻ. എക്സാമ്പിൾ, സോഡിയം ഗീവ്സ് സോഡിയം +1 ഇലക്ട്രോൺ ഓക്സിഡേഷൻ. അതുപോലെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ നേട്ടമാണ് റിഡക്ഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് റിഡക്ഷൻ. Cl +1 ഇലക്ട്രോൺ ഗീവ്സ് Cl- കണ്ടാ, റിഡക്ഷൻ ആണ്. ഓക്കെ, ഇതാണ് റിഡക്ഷൻ. Find out the oxidizer and reducer in the following reaction on the basis of the electronic concept. Electronic concept lo oxidizer എന്ന് പറഞ്ഞാൽ oxidizing agent, reducer എന്ന് പറഞ്ഞാൽ reducing agent. ആരാണ് oxidizing agent reducing agent എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, the substance undergo oxidation is called reducing agent and undergo reduction is called oxidizing agent. അപ്പൊ ഇവിടെ നോക്കുക, 2Na + Cl2 gives 2NaCl എന്നാണ് കോമ്പൗണ്ട്. Na0 Cl2 0. NaCl Na +1 Cl -1. സോഡിയം 0 എന്നുള്ളത് +1 ആയിട്ട് മാറി. എന്ന് വെച്ചാൽ എന്താ, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇവന് ഓക്സിഡേഷൻ ആണ് നടന്നത്. ഓക്സിഡേഷൻ നടന്ന ആളുടെ പേരെന്താ? റെഡ്യൂസിംഗ് ഏജന്റ് അല്ലെങ്കിൽ റെഡ്യൂസർ. ഓക്സിഡൈസിംഗ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടന്ന ആളുടെ പേര് റെഡ്യൂസിംഗ് ഏജന്റ് ഓർ റെഡ്യൂസർ. അടുത്ത് ക്ലോറിൻ 0 എന്നുള്ളത് -1 ആയിട്ട് മാറി. അപ്പൊ എന്താണ്? റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നടത്തിയ ആളുടെ പേരെന്താ? റിഡക്ഷൻ നടത്തിയ ആളുടെ പേര് ഓക്സിഡൈസിംഗ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സിഡൈസർ. മനസ്സിലായോ? ഹിയർ സോഡിയം ഈസ് ദി റെഡ്യൂസർ ആൻഡ് ക്ലോറിൻ ഈസ് ദി ഓക്സിഡൈസർ. ഓക്കെ, ഇതാണ് ആൻസർ. സോഡിയം +1 ആയി, ക്ലോറിൻ -1 ആയി. സോഡിയം അണ്ടർഗോ ഓക്സിഡേഷൻ, റെഡ്യൂസിംഗ് ഏജന്റ് ഓർ റെഡ്യൂസർ. ക്ലോറിൻ അണ്ടർഗോ റിഡക്ഷൻ, oxidizer or oxidizing agent. Okay, clear? Then അടുത്തത്, given the redox reaction CuO + H2 gives Cu + H2O, solid atom. Identify the species which undergo reduction. ആരാണ് റിഡക്ഷൻ നടന്നത്? സിമ്പിൾ അല്ലേ? CuO യിൽ Cu എന്തായിരുന്നു? +2 ആയിരുന്നു. ഇവിടെ Cu സോളിഡ് ആയി മാറിയപ്പോൾ 0 ആണ്. +2 0 ആവുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എന്ത് ചെയ്യുക? വാങ്ങുക എന്നാണ്. അതായത് CuO എഴുതിയേക്കാം ഞാൻ. CuO + H2 gives Cu + H2O എന്നാണ് റിയാക്ഷൻ. CuO യിൽ ക്ലോറിൻ +2 ആണ്, ഹൈഡ്രജൻ 0 ആണ്. ഇനിയോ Cu യില് Cu എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്? എലമെന്ററി സ്റ്റേറ്റ് ആണ്, 0 ആണ്. ഹൈഡ്രജനോ +1 ആണ്. അപ്പൊ Cu +2 എന്നുള്ളത് 0 ആയിട്ട് മാറിയപ്പോൾ റിഡക്ഷൻ ആണ് നടന്നത്, കുറയാണ് ചെയ്തത്. +2 0 ആയി കുറഞ്ഞു. അപ്പൊ റിഡക്ഷൻ ആണ് നടന്നത്. ഇവൻ എന്താണ് റിഡക്ഷൻ? എന്നയാളുടെ പേര് ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ്. അപ്പോ സ്പീഷീസ് അണ്ടർഗോ റിഡക്ഷൻ എന്നാണ് ചോദിച്ചത്. ആൻഡ് വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ? ഹൈഡ്രജൻ 0 എന്നുള്ളത് +1 ആയിട്ട് മാറി.
അപ്പോ 0 + 1 ആയാൽ എന്താണത്? ഇൻക്രീസ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ ടെമ്പർ ഈസ് ഓക്സിഡേഷൻ. കണ്ടാ, ഓക്സിഡേഷൻ ആളുടെ പേരെന്താ? റെഡ്യൂസിങ് ഏജന്റ്. കണ്ടാ, ഇതാണ് സംഭവം. ഐഡന്റിഫൈ ദ റിഡക്റ്റന്റ് ആൻഡ് ഓക്സിഡന്റ് ഇൻ ദ എബോവ് റിയാക്ഷൻ. കണ്ടുപിടിച്ചില്ലേ? കോപ്പർ CuO എന്ന് പറഞ്ഞു. കോപ്പർ എന്നല്ല, CuO. CuO is the oxidizing agent or oxidizer, and hydrogen H2 is the reducing agent or reducer. Okay, അതാണ് രണ്ടാമത്തെ പാർട്ട്. നെക്സ്റ്റ് വൺ, among the following reactions identify the one which is not a redox reaction. റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് എന്നാണ് ചോദ്യം. നമ്മൾ എല്ലാവരും ഓക്സിഡേഷൻ നമ്പർ എഴുതി നോക്കണം. ചേഞ്ച് ആരെങ്കിലും ഒരാളുടെ ചേഞ്ച് വരാതിരിക്കും. അതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത്. നോക്കാം. Mg0, N2 0, Mg3 N2 Mg+2 ആവും, നൈട്രജൻ -3 ആവും. റിഡോക്സ് റിയാക്ഷൻ. Fe0, HCl H+ഉം Cl- ആണ്. H+. Fe0 H+ഉം Fe+2 ഹൈഡ്രജൻ 0. കണ്ടാ, രണ്ടുപേർക്ക് ചേഞ്ച് ഉണ്ടായി. CaCO3 നമ്മൾ ഇത്രയും പറഞ്ഞുള്ളൂ. CaCO3 ആർക്കും മാറ്റമില്ല. ഇറ്റ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. അടുത്ത് NaH, Na+1 H-1. ഓർത്തോളട്ടോ, NaHല് Na+1 ഉം H-1 ആണ്. ഇത് Na-യും H2 ആയിട്ട് മാറി. Na0 H2 കണ്ടോ, റിഡോക്സ് റിയാക്ഷൻ. മനസ്സിലായില്ലേ? റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോ അല്ലാത്ത ഏതാണ്? CaCO3 gives CaO + CO2 ആണ്. ആരുടെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ ഇത്? ഓക്കെ, അടുത്തത് identify the oxidant and reductant in the following ionic equation and balance it using oxidation number method. നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്ന് എഴുതിയേക്കണേ, പക്ഷേ നമുക്ക് ചെയ്യേണ്ടത് അയോൺ ഇലക്ട്രോൺ മെത്തേഡിലാണ് കേട്ടോ. ഓക്കെ, MnO4- ഇത് ചെയ്താണ് നമ്മൾ കേട്ടാ. അല്ല, MnO4- plus Br- plus H+, അസിഡിക് മീഡിയം. Mn2 plus Br2 H2O എന്നാണ്. ക്ലിയർ? അപ്പോ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. MnO4- plus Br- plus H+ gives Mn2 plus Br2 plus H2O. then equation ഇവിടെ നോക്കുക. MnO4- നമ്മൾ കണ്ടുപിടിച്ചാണ് +7 ആണ്. Br- -1 ആണ്. Mn2 plus Br2 എന്ന് പറയുമ്പോൾ 0 ആണ്. നോക്കി, +7 +2 ആയിട്ട് മാറി. ഇത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ. Br- Br2 ആയിട്ട് മാറി. ഇതെന്താണ്? ഓക്സിഡേഷൻ ആണ്. ഇനി ഡിഫറൻസ് നോക്കാം. ഇവിടെ Br2 വന്നതുകൊണ്ട് ഇവിടെ 2 Br- ഉണ്ടെങ്കിൽ Br2 ആവുള്ളൂ. അപ്പൊ 2 Br- ആദ്യം കൊടുക്കുക കേട്ടോ. ഇനി വ്യത്യാസം നോക്കാം. ഇവിടെ നോക്കി, 7 2 മാറി. ഡിഫറൻസ് 5 ആണ്. ഇവിടെ 2 Br- ആണ്, Br2 ആയിട്ട് മാറിയത്. ഒരാളുടെ ഡിഫറൻസ് -1 0 ആയതാണ് 1. അപ്പൊ രണ്ടുപേരുള്ള ഡിഫറൻസ് 1 + 1 = 2 1 ഡിഫറൻസ്. കണ്ട, 1 + 1 = 2 1 ഡിഫറൻസ്. ഇനി ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണെങ്കിൽ ഇതിനെ 2 കൊണ്ടും ഇതിനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ടാ, 2 ആക്കി എഴുതിയതിലും കുഴപ്പമില്ല. ക്ലിയർ? ഇതേ കണ്ടോളൂ. ഇവിടെ ഈ ഇക്വേഷനെ 2 കൊണ്ടും ഇതിനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ എന്ത് വരും? ഇതിന് 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഇപ്പൊ 2MnO4- പ്ലസ് ഇതിനെ 5 കൊണ്ടാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോ എത്ര? 10 10 Br- ഈ H+ ഇപ്പൊ എഴുതണ്ട, അത് നമുക്ക് ലാസ്റ്റ് എഴുതിയാൽ മതി. കാരണം അവസാനം ഹൈഡ്രജൻ കൊടുക്കാൻ നേരത്ത് കൊടുക്കാം. ഗീവ്സ് പിന്നെയോ Mn 2 ആണ്. 2Mn2 പ്ലസ് Br2 5 ആണ്. 5 Br2 പ്ലസ് വാട്ടർ എഴുതിയിലും കുഴപ്പമില്ല. ഇനി വരും കേട്ടോ. ഇതാണ് ഏതാ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ചെയ്തപ്പോ. അയോൺ ഇലക്ട്രോൺ ആവുമ്പോൾ 2MnO4 gives വെറും MnO4 gives Mn2 പ്ലസ് എഴുതണം. അതിന് എന്നിട്ട് എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. 10 ഇലക്ട്രോൺ എഴുതും. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം കൂടി കാണിക്കുന്നു മാത്രം കേട്ടോ. അപ്പൊ ഇതേപോലെ എഴുതി ആഡ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ഇനി H2, ഇനി വാട്ടർ. ഇവിടെ ഓക്സിജൻ നോക്കുക. 4 × 2 8 ഓക്സിജൻ. ഇവിടെ ഓക്സിജൻ ഇല്ല, അപ്പൊ 8 H2 എന്ന് പറഞ്ഞു. ഇനി ഹൈഡ്രജൻ നോക്കുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഇല്ല, അപ്പൊ ഇവിടെ 16 ഹൈഡ്രജൻ വരും. 16 H+ കൂടി ഇട്ട് കൊടുക്കും. അതാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് കേട്ടോ. ഞാൻ ബാക്കി എഴുതി കാണിച്ചാൽ അതേ കണ്ടോ. ഇവിടെ 2MnO4- പ്ലസ് 10 Br- പ്ലസ് ഇവിടെ ഹൈഡ്രജൻ എഴുതിയിട്ടില്ല ഞാൻ. ബാക്കി 2Mn2 പ്ലസ്
പ്ലസ് 5Br2 ആണ് കൂട്ടുക. ഇവിടെ നോക്കണ്ട 8 ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ ഇല്ല, അപ്പൊ പ്ലസ് 8H2 എഴുതുന്നത്. ഇനി ഇവിടെ 16H, 16H2 അല്ലെ 16H പ്ലസ് എഴുതണം. കണ്ടോ 8H2 16H പ്ലസ് എഴുതണം. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ഇത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ്. ഇനി അയോൺ ഇലക്ട്രോൺ മെത്തേഡ് കൂടി ഇത് ഞാൻ കാണിച്ചു തരാം, അതോടുകൂടി ക്ലിയർ ആവും കേട്ടോ. അയോൺ ഇലക്ട്രോൺ മെത്തേഡ് കൂടി ചെയ്യാം. അയോൺ ഇലക്ട്രോൺ മെത്തേഡിലേക്ക് വരുമ്പോൾ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് വരുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരും. ഈ ഓക്സിഡേഷൻ ആദ്യം മാറ്റി എഴുതണം. ഇങ്ങനെ വരും. 2Br മൈനസ് ഗീവ്സ് Br2 പ്ലസ് എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. അടുത്തത് MnO4 മൈനസ് പ്ലസ് എത്ര ഇലക്ട്രോൺ? 5 ഇലക്ട്രോൺ ഗീവ്സ് Mn2 പ്ലസ്. ഇത് ഓക്സിഡേഷൻ ആണ്, ഇതോ റിഡക്ഷൻ ആണ്. ഒരാൾ ഓക്സിഡേഷനും ഒരാൾ റിഡക്ഷനുമാണ്. ഇനി ഇവിടെ ഡിഫറൻസ് 5ഉം ഇവിടെ 2ഉം ആണ്. അപ്പൊ ഇതിനെ 5 കൊണ്ടും ഇതിനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അടുത്ത സ്റ്റെപ്പായി ഇപ്പൊ എന്തായി? ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10Br മൈനസ് പ്ലസ് പ്ലസ് അല്ല 10Br മൈനസ് ഗീവ്സ് പിന്നെയോ 5Br2 പ്ലസ് 10 ഇലക്ട്രോൺ ആയി. അടുത്തത് ഇതിന് 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2MnO4 മൈനസ് പ്ലസ് 10 ഇലക്ട്രോൺ ഗീവ്സ് 2Mn2 പ്ലസ് 9. കണ്ടാ? ഇനി എന്ത് ചെയ്യണം? പ്ലസ് 10 ഇലക്ട്രോൺ വന്നു. ഇനി രണ്ട് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ 10 ഇലക്ട്രോൺ ക്യാൻസൽ. ബാക്കി എന്ത് വരും? 10Br മൈനസ് പ്ലസ് 2MnO4 മൈനസ് പ്ലസ് ഞാൻ ഹൈഡ്രജൻ എഴുതുന്നില്ല കേട്ടോ. പിന്നെയോ 5Br2 പ്ലസ് 2Mn2 പ്ലസ് ഇവിടെ കിട്ടും. ഇത്രയും കിട്ടിയിരിക്കുന്നു. ഇനി ഇവിടെ നോക്കുക. ഇനി ഓക്സിജന്റെ എണ്ണം നോക്കുക. 8 ഓക്സിജൻ. അപ്പൊ എന്ത് ചെയ്യണം? 8H2 കൊടുക്കണം. ഇനി നോക്കുക 16H, ഇവിടെ 16H. അപ്പൊ എന്ത് ചെയ്യണം? 16H പ്ലസ് ഇവിടെ കൊടുക്കണം. ആൻസർ ആയി. കേട്ടാ, രണ്ട് സെയിം തന്നെയാണ് കേട്ടാ. അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ആണെങ്കിലും ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണെങ്കിലും രണ്ടും ഒന്ന് തന്നെയാണ്. ക്ലിയർ? മനസ്സിലായില്ലേ? ഇതാണ് സിമ്പിൾ കേട്ടാ. അടുത്തത് redox reactions can be considered as electron transfer reactions. ഒരാൾ കൊടുക്കുന്നു, ഒരാൾ വാങ്ങുന്നു. In an experiment, a copper rod is dipped in AgNO3 solution. Copper rod silver nitrate add ചെയ്തിരിക്കുന്നു. What happens to the color of the solution and why? കളർ സൊല്യൂഷന്റെ കളറിന് എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഈസി അല്ലേ? ഇവിടെ നോക്ക്. AgNO3 Ag പ്ലസ് ആണുള്ളത്. പ്ലസ് കോപ്പർ ആണ് ആഡ് ചെയ്തിരിക്കുന്ന. കോപ്പർ സിൽവറിനേക്കാൾ റിയാക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് കോപ്പർ 2+ ആയിട്ട് മാറും. പിന്നെയോ സിൽവർ ആണ് ഡെപ്പോസിറ്റ്. കണ്ടാ? അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദ സൊല്യൂഷൻ ടെൻസ് ബ്ലൂ. അതായത് സിൽവർ നൈട്രേറ്റ് കളർലെസ് സൊല്യൂഷൻ ആണ്. സിൽവർ നൈട്രേറ്റ് കളർലെസ് ആണെങ്കിൽ കോപ്പർ 2+ ആയി കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും. അപ്പൊ സൊല്യൂഷൻ ബ്ലൂ ആയിട്ട് മാറി. ബിക്കോസ് കോപ്പർ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് സിൽവർ അണ്ടർഗോ റിഡക്ഷൻ. Ag plus undergo reduction while Cu undergo oxidation. അതാണ് കാരണം. ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നു. അതാണ് റീസൺ. അടുത്ത് ഐഡന്റിഫൈ ദ ഓക്സിഡൈസിംഗ് ആൻഡ് റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് പറഞ്ഞത് അണ്ടർഗോ റിഡക്ഷൻ സിൽവർ ആണ്. അതായത് Ag പ്ലസ് ആണ്. ഏതാ? ഓക്സിഡൈസ്. ഇവിടെ നോക്കുക. Ag പ്ലസ് Ag ആയിട്ട് മാറിയില്ലേ? എന്ന് വെച്ചാൽ ഇത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നടന്നു. റിഡക്ഷൻ എന്നയാളുടെ പേരെന്താ? ഓക്സിഡൈസിംഗ് ഏജന്റ്. ഇവിടെ Ag പ്ലസ് നല്ല എഴുതേണ്ടത് AgO ആണ്. ഏതാ? ഓക്സിഡൈസിംഗ് ഏജന്റ്. ഇനിയോ Cu 2+ ആയിട്ട് മാറിയില്ലേ? അപ്പൊ എന്തായിട്ട് മാറി? Cu ആണ്. ഇതെന്താണ്? ഓക്സിഡേഷൻ ആണ്. ഇവൻ റെഡ്യൂസിംഗ് ഏജന്റ് ആണ്. അപ്പൊ കോപ്പർ ആണ് റെഡ്യൂസിംഗ് ഏജന്റ്. അപ്പൊ ഓക്സിഡൈസിംഗ് ഏജന്റും റെഡ്യൂസിംഗ് ഏജന്റുമായി. ഓക്സിഡൈസിംഗ് ഏജന്റ് അണ്ടർഗോ റിഡക്ഷൻ, റെഡ്യൂസിംഗ് ഏജന്റ് അണ്ടർഗോ ഓക്സിഡേഷൻ. അപ്പൊ AgO അല്ല, AgNO3. സൊല്യൂഷൻ ഏതാണ്? AgNO3 ആണ്. അപ്പോ AgNO3 is the oxidizing agent. AgNO3 is the oxidizing agent and copper is the reducing agent. Okay. അടുത്ത calculate the oxidation number of chromium in potassium dichromate. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ കണ്ടുപിടിച്ചാണ് കേട്ടോ.
പൊട്ടാസ്യം ഡൈക്രോമേറ്റിലെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ K2Cr2O7 ആണ്. പൊട്ടാസ്യം എപ്പോഴും +1 തന്നെ ഉള്ള ഒരാളാണ്. ഇനി ഓക്സിജനോ -2 ഉള്ള ആള്. ക്ലിയർ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഇനി ക്രോമിയത്തിന് X എന്ന് കൊടുത്തു, ക്രോമിയത്തിന് X എന്ന് കൊടുത്തു. അപ്പൊ 2 × 1 പൊട്ടാസ്യം 2x + 7 × -2 = 0. 2 + 2x - 14 = 0. ഇനി 2x - 12 = 0. 2x = 12, x = 12/2 = എത്രയാ? +6 ആണ്. അപ്പോ ക്രോമിയം ഏത് സ്റ്റേറ്റിലാണ്? +6 സ്റ്റേറ്റിലാണ്. ഓക്കെ, മനസ്സിലായില്ലേ? സാധാരണ സിമ്പിൾ ആയിട്ട് ചെയ്യും നമ്മൾ. അതുപോലെ H2P2O5 നോക്കാം. H2P2O5 നോക്കാം. H2P2O5 ആണ്. ഹൈഡ്രജൻ +1 മാറ്റമില്ല. ഓക്സിജൻ -2 മാറ്റമില്ല. ഫോസ്ഫറസിനാണ് മാറ്റം. ഫോസ്ഫറസിന് X എന്ന് കൊടുത്തു. നോക്കാം. 2 × 1 + 2x, 2 ഫോസ്ഫറസ് 2x, 5 × -2 = 0. 2 + 2x - 10 = 0. ഇനിയോ 2x - 8 = 0. 2x = 8 ആയി. x = 8/2 = 4 ആയി. +4 ആണ്. ഇവിടെ ഫോസ്ഫറസ് +4 സ്റ്റേറ്റ് ആണ്. കണ്ടോ? ഇതാണ് കണ്ടുപിടിക്കുന്ന രീതി. ഇപ്പൊ എല്ലാ ടൈപ്പും ആയി വരുന്നത്. ഇനി അതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിളോടെ പറഞ്ഞേക്കാം കേട്ടോ. വേറെ എക്സാമ്പിളോടെ പറഞ്ഞേക്കാം. റിയാക്ഷനിൽ ഇങ്ങനെ വരുന്നു. CaCO3 gives CaO + CO2. റിയാക്ഷൻ ഏതാണ്? ഇതിന്റെ പേര് ഡീകമ്പോസിഷൻ. എന്താണ്? ഡീകമ്പോസിഷൻ ആണ്. അതുപോലെ H2O + CO2 gives H2CO3 തന്നിരിക്കുന്നു. ഇതെന്ത് റിയാക്ഷനാ? ഇതിന്റെ പേര് കോമ്പിനേഷൻ. ഇതിന്റെ പേര് എന്താണ്? കോമ്പിനേഷൻ എന്ന് പറയും. അതുപോലെ Cu + FeSO4 തിരിച്ച് Cu + FeSO4 gives Fe. ഇവിടെ റിയാക്ഷൻ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നോ റിയാക്ഷൻ ആട്ടോ. കാരണം കോപ്പറിനേക്കാൾ റിയാക്റ്റീവ് ആണ് അയൺ. അപ്പൊ കോപ്പറിന് അയണിന് മാറ്റാൻ സാധിക്കില്ല. തിരിച്ച് Fe + CuSO4 gives Cu. ഇവിടെ നോക്കുക. FeSO4 + Cu എന്നാവും. FeSO4 + എന്താണ്? Cu എന്നാവും. കണ്ടോ? അപ്പൊ ഈ റിയാക്ഷൻ നോക്കി. അയൺ ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ. അയണിന് കോപ്പറിന് എന്ത് ചെയ്യാൻ പറ്റി? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റി. ഈ തരം റിയാക്ഷന്റെ പേരെന്താ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഇതിന്റെ പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാണ് മറ്റേ ആളെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അയണിന് കോപ്പറിന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും, കോപ്പറിന് സിൽവറിനെ പറ്റും, പക്ഷെ തിരിച്ചും നടക്കില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മനസ്സിലായില്ലേ? ഇത് ഡിസ്പ്ലേ. ഇവിടെ റിയാക്ഷൻ ഓർഡത്തിന്റെ പേര് ചോദിക്കും. അപ്പൊ ഒരാൾ മാത്രം ലെഫ്റ്റ് സൈഡിൽ ഉള്ളുവെങ്കിൽ, ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഇഷ്ടം പോലെ ആവാം, ഒറ്റ റിയാക്ടന്റ് ഉള്ളുവെങ്കിൽ അത് ഡീകമ്പോസിഷൻ. ഇനി ഫോം ചെയ്യുമ്പോൾ ഒറ്റ റിയാക്ടന്റ് മാത്രമേ റൈറ്റ് സൈഡിൽ ഉള്ളുവെങ്കിൽ അത് ഏതാണ്? കോമ്പിനേഷൻ. അടുത്തത് ഒരാൾ മാറി വേറൊരാൾ വന്നാൽ ഡിസ്പ്ലേസ്മെന്റ്. രണ്ടുപേരും മാറിയാൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. അത് കാണിച്ചു തരാം. ഇതെങ്ങനെ AgNO3 + NaCl. കണ്ടാ? രണ്ടുപേര് നമ്മൾ റിയാക്ട് ചെയ്തു. കിട്ടിയത് NaNO3 AgCl കിട്ടാതിരിക്കട്ടെ. ഇവിടെ കണ്ടോ? Ag മാറി Na വന്നു, Na മാറി Ag വന്നു. കണ്ടാ? അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയെങ്കിൽ ഇതിന്റെ പേരാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. ഇതിന്റെ പേരെന്താ? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ഈ റിയാക്ഷന്റെ പേര്. ക്ലിയർ? പിന്നെയോ അടുത്ത ടൈപ്പ് എന്താ? അടുത്ത ടൈപ്പ് ഒറ്റ റിയാക്ഷൻ കൂടി ഉള്ളൂ. ഏതാണത്? ഡിസ്പ്രപ്പോർഷനേഷൻ. അത് ഞാൻ പറഞ്ഞു തരുന്നു. ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. Br2 + NaOH gives NaBr + NaOBr + H2O എന്ന് കാണുകയാണ്. കണ്ടോ? ഇവിടെ Br2 0, ഇവിടെ Br -1, ഇവിടെ NaOBrലോ NaOBr എന്ന് പറയുമ്പോ Na Br +1 വരും. കണ്ടോ? അപ്പൊ ബ്രോമിൻ -1 ആയി റിഡക്ഷൻ, ബ്രോമിൻ തന്നെ +1 ആയി ഓക്സിഡേഷൻ. അപ്പോ ഒരാൾ തന്നെ ഓക്സിഡേഷനും റിഡക്ഷൻ നടത്തുകയാണെങ്കിൽ അതിന്റെ പേരെന്താ? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. കേട്ടാ? അപ്പൊ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയും. ക്ലിയർ? ഡിസ്പ്രപ്പോർഷനേഷൻ അടുത്ത എക്സാമ്പിൾ ആണ് H2O2 gives H2O + O2 എന്നുള്ളത്.
ഇവിടെ H2O2 ഓക്സിജൻ -1 ആണ്. H2O ഓക്സിജൻ -2 O2 0യുമാണ്. കണ്ടാ -1 -2 ആയി റിഡക്ഷൻ, -1 0 ആയി ഓക്സിഡേഷൻ. കണ്ടാ ഇതൊക്കെയാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ. ഇത്രയുമാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ ചോദിക്കും, ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ആൻഡ് എന്ത് ചോദിക്കും, ഒരു ബാലൻസ് ചെയ്യാനുള്ള ക്വസ്റ്റൻ ഉണ്ടാവും, ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഉണ്ടാവും. 4 മാർക്ക് എന്തായാലും കിട്ടും. എല്ലാവർക്കും ആശംസകൾ.